പറയുമ്പോ എന്റെ ചെറുപ്പക്കാര് പറയും ഉസ്താദേ, നിങ്ങളുടെയൊക്കെ വഅദ് കേൾക്കുമ്പോ, ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്. കള്ളുകുടി നിർത്തണം, എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും നിർത്തണം, 5 നേരം നിസ്കരിക്കണം, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഉസ്താദ്. പറ്റുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ റമളാൻ പടിവാതിൽ വന്ന് നിന്നിട്ട് പോലും നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ. പലരും പറയുന്നത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല ഉസ്താദ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, നന്നാകണോടാ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ. കള്ളു കുടിക്കുന്നതും കഞ്ചാവടിക്കുന്നതും നിസ്കരിക്കാതെ നടക്കുന്നതും ഇതൊക്കെ മാറിയിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാകണോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നന്നാകണോ. നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ, നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ. 1 രൂപയുടെ ചെലവില്ലല്ലോ, ഒരു കഷ്ടപ്പാടില്ലല്ലോ, ഒരു രൂപയുടെ ചെലവ് പോലുമില്ലല്ലോ. നന്നാകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? വഅദ് കേൾക്കാമെന്ന ബാപ്പാ, വഅദ് കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, നീ പേടിയില്ലാത്തവനല്ലേ, നീ പേടിയില്ലാത്തവനല്ലേ. ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും നടന്നു പോകാൻ നിനക്ക് ധൈര്യമല്ലേ? ഉസ്താദേ, എനിക്ക് പേടിയില്ല. എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരിക്കി. ഓ, നിങ്ങൾ പോയിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളും കൂടെ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അതിനകത്ത് വീണു പോയാലോ. ഇട്ടിരി. അള്ളാഹു കാക്കുമാറാകട്ടെ, നിങ്ങൾ അള്ളാഹു കാക്കുമാറാകട്ടെ. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉസ്താദെ, എനിക്ക് പ്രേതത്തെ ഒന്നും പേടിയില്ല, ഏത് പാതിരാത്രിയും ഞാൻ എവിടെയും പോകും, 2 മണിക്കോ 3 മണിക്കോ ധൈര്യമായിട്ട് ഞാൻ എവിടെയും പോകും, ഞാൻ പേടിയില്ലാത്തവനാണ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രി 2 മണിക്ക് ഏത് പറമ്പിലൂടെയും നീ നടന്നു പോകുമല്ലോ. പേടിയില്ലാത്തവനാ, ഭയമില്ലാത്തവനാ. എങ്കിലും ഞാൻ നിന്നോട് പറയുകയാ, പടച്ചവനെ, ഇന്ന് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങ്. നാളെ രാവിലെ നീ എഴുന്നേക്കുമല്ലോ. ഒരു 10 മണിയാകുമ്പോ നീ നിന്റെ ബൈക്കും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരണേ, നീ നിന്റെ ബൈക്കും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരണേ. ചെറുപ്പക്കാരാ, കേൾക്കടാ, നന്നാകാനുള്ള വഴിയാട് നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, വഅദ് കേൾക്കാനല്ല. പിന്നെ എന്തിനാണ് നിന്നോട് വരാൻ പറഞ്ഞതെന്നറിയോ? ഏത് പാതിരാത്രിയും ഏത് ഇടവഴിയിലൂടെയും നടന്നു പോകാൻ ധൈര്യമുള്ള ചെറുപ്പക്കാരാ, ഞാൻ നിന്നോട് പറയുന്നത്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ 10 മണിയാകുമ്പോ ഈ പള്ളിയിലേക്ക് കടന്നു വരണേ, ഇവിടത്തെ ഖബർസ്ഥാനിലേക്ക് പോകണേ. നിന്റെ ഉപ്പാനെ കൊണ്ടുപോയി കുടിച്ചിട്ടാ, നിന്റെ കൂടപ്പറപ്പുകളെ കൊണ്ടുപോയി ഖബറടക്കിയ, നിന്റെ നാട്ടിൽ കൊണ്ട് ഖബർസ്ഥാനുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലേക്ക് ഒറ്റയ്ക്കൊന്ന് പോകണേ. പാതിരാത്രി 12 മണിക്കല്ല, 3 മണിക്കല്ല, പടച്ചവനെ, പകലൊരു 10 മണിയാകുമ്പോ ഒറ്റയ്ക്ക് നീ പള്ളിപ്പറമ്പിലേക്കൊന്നു ചെല്ലണേ. അങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ മോനെ, ഒരു കബറ് കുടിച്ചിട്ടിരിക്കുന്നത് കാണാ, ഒരു കബറ് കുടിച്ചിട്ടിരിക്കുന്നത് കാണാ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറടച്ചു വെച്ചിട്ടുണ്ടല്ലോ, അടപ്പെടുത്തു മാറ്റു സഹോദരാ, അടപ്പെടുത്തു മാറ്റു സഹോദരാ. എന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് നീയും നിറങ്ങടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബറിനകത്ത് ഇറങ്ങിയിട്ട്
ഒരഞ്ചു മിനിറ്റ് നിനക്കൊന്ന് കിടക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? പേടിയാടാ, പേടിയാടാ. നിന്റെ കൈകാല് വിറയ്ക്കുകയാണ്, ശരീരം വിയർക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ആ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് ഇറങ്ങി കിടക്കാനുള്ള നട്ടല് നിനക്കില്ല ചെറുപ്പക്കാരാ. പേടിയാടോ, നീ ഖബറിനകത്തിറങ്ങണ്ട, നീ ഖബറിനകത്തിറങ്ങണ്ട. പടച്ചവനെ, ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ മുകളിൽ നിന്നിട്ട് ചുറ്റുഭാഗത്ത് കാണുന്ന ഖബറുകളിലേക്കൊന്ന് നോക്കണേ. എന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിലേക്ക് നോക്ക്. ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പേടിയാടോ, പേടിയാടോ, നമുക്ക് പേടിയാ സഹോദരാ. നബി തങ്ങൾ പറയുകയാ, നിങ്ങൾ ഖബറിന്റെ ചാരത്ത് ചെല്ലണേ, നിങ്ങൾ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പേടിക്കണം സഹോദരാ. ഖബർ കളിക്കേണ്ട സ്ഥലമല്ലടാ. ഖബറിനെ കുറിച്ച് പറഞ്ഞാലേ പേടിക്കണമെന്നാട്. ഖബർ കണ്ടാ കരയണമെന്നാ, ഖബർ കണ്ടാ കരയണമെന്നാ. ആരാ കരയുന്നത്? ഖബർ വെട്ടുന്നവൻ പോലും അവിടെ നിന്ന് വീടി വലിച്ചുകൊണ്ട് മുട്ടുമടക്കി കൊടുത്തു തമാശയും പറഞ്ഞുകൊണ്ട് ഖബർ കുടിക്കുകയാണ്. നിനക്കറിയാഞ്ഞട്ടാ, നിനക്കറിയാഞ്ഞട്ടാ, ഖബറിനെ കുറിച്ച് നിനക്കറിയാഞ്ഞട്ടാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. എടോ, നമുക്ക് നാവുള്ളതുപോലെ, എനിക്ക് നാവുള്ളതുപോലെ ഖബറിനും നാവുണ്ടെന്നാട്. ഖബർ സംസാരിക്കുമെന്നാട്. ഖബർ എല്ലാവരോടും സംസാരിക്കുമെന്നാട്. ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സ്വദിരീ. പടച്ചവനെ, ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയി, കളിക്കുന്നത് പോയി, സുഖിക്കുന്നത് പോയി. നീ ഭക്ഷണം കഴിക്കില്ല, നീ വെള്ളം കുടിക്കില്ല. വയദ്രിബു അലാ സ്വദിരീ, നെഞ്ചത്തടിച്ചിട്ട് നീയൊക്കെ കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നന്നാകുമടാ ചെറുപ്പക്കാരാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു മനുഷ്യന്റെ ജനാസ കൊണ്ടുപോവുകയാണ്. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ജനാസ ഖബറടക്കി അവിടെ നിന്ന് ദുആ ചെയ്തു. എല്ലാവരും സലാം പറഞ്ഞുകൊണ്ട് പിരിച്ചു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കൂടെ വന്നവര് ചോദിക്കുന്നു, വരുന്നില്ലേ തങ്ങള്? എല്ലാവരും പൊക്കോ, അല്പനേരം എനിക്കിവിടെയൊന്ന് നിൽക്കണം. കൂടെ വന്നവർ ചോദിക്കുന്നു, മയ്യത്ത് കുളിപ്പിച്ചല്ലോ, കഫം പൊതിഞ്ഞല്ലോ, നിസ്കരിച്ചല്ലോ, ഖബറടക്കിയല്ലോ, ഇനി എന്തിനാ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്നെ ശല്യം ചെയ്യരുത്, എനിക്ക് അല്പനേരം ഇവിടെയൊന്ന് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂടെ വന്നവര് മുഴുവനും പറഞ്ഞു വിടുകയാ. എല്ലാവരും അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ നടക്കുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറാളികളുടെ ഇടയിലൂടെ നടക്കുകയാണ്. ഒരു പഴയ ഖബർ കാണുകയാ, ഒരു പഴയ ഖബർ കാണുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മിണ്ടാതെ ഇരുന്ന് കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്നോട്
എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഒരുപാട് സമയമായിരിക്കുകയാണല്ലോ. എൻ്റെ അകത്ത് കിടക്കുന്നവനെ കുറിച്ച് നിനക്കറിയണ്ട്. ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നറിയണ്ട്. അവിടുന്ന് ഖബറിനോട് അവിടുന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. ഖബർ പറയുകയാ, മസക്കത്തുൽ കുഫാൻ വശദഖൽതൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ ഒരാളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് പറയാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ചെവിയങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. പറയല്ലേ പറയല്ലേ, എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എന്നോട് പറയല്ലേ. അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാ. ഖബറിന്റെ മുകളിൽ കിടന്ന് പിടയുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, ഖബർ കളിക്കല്ലേ, തമാശ പറയല്ലേ, ചിരിക്കല്ലേ, അടുത്ത് നിന്ന് സംസാരിക്കല്ലേ. മോനെ, ഖബർ നിന്നോട് പറഞ്ഞു തരുന്ന ഒരുപാട് രഹസ്യമുണ്ടടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് ഓതിയപ്പോ അല്ലാഹുവേ, റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് കേട്ടപ്പോ അതാ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീടിന്റെ മുമ്പിൽ ഖബർ കുടിച്ചടാ. വീടിന്റെ മുമ്പിൽ ഖബർ കുടിച്ച ചെറുപ്പക്കാരനാണ് റബീഅ ഇബ്നു ഖൈസം. തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഇറങ്ങുകയാണ്. രാവിലെയും വൈകിട്ടും സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിനകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. അതിനകത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇബാദത്തിന് വല്ലാത്ത ഒരു മടിയാ. ഇബാദത്ത് ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല. ഒരു മടി വരികയാണ്, ഒരു ക്ഷീണം വരികയാണ്. പടച്ചവനെ, റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്തിറങ്ങും. പലകയെടുത്ത് നിരത്തി വെക്കും. ഖബർ മുകളിൽ നിന്ന് അടച്ചു വെക്കും. എന്നിട്ട് ആ ഖബറിനകത്ത് കിടന്നിട്ട് റബീഅ ഇബ്നു ഖൈസം വിളിക്കുന്ന, റബ്ബിർജിഊ, എന്നെ മടക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ. ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ഭാര്യ ഓടി വരികയാ, അയൽവാസികൾ ഓടി വരികയാ. ഖബറിന്റെ അടപ്പെടുത്തു മാറ്റിയിട്ട് റബീഅ ഇബ്നു ഖൈസം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാ. ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാ ഇബാദത്ത് ചെയ്യാൻ മടി വന്നപ്പോ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്ത് ഇറങ്ങുകയാ. രാത്രിയില് തന്റെ ഭാര്യയുടെ കൂടെ മണിയറയ്ക്കകത്ത് കിടക്കുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് രാത്രി എഴുന്നേറ്റ് ഖബറിനകത്ത് ഇറങ്ങി ഖബറടച്ചു വെച്ചു. എന്നിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. സാധാരണ പറയുന്നത് പോലെ അവിടുന്ന് വിളിച്ചു പറയുന്ന, റബ്ബിർജിഊ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ. ഖബറിനകത്ത് കിടന്ന് റബീഅ വിളിച്ചു പറയുമ്പോ, അല്ലാഹുവേ, അല്ലാഹുവേ, ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. ഖബറിനകത്ത് കിടന്ന് വിളിച്ചിട്ടും ആരും രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. കാര്യം ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. അവസാനം ഒരു നിലവിളി കേൾക്കുകയാണ്, ഒരു അട്ടഹാസം കേൾക്കുകയാണ്. പടച്ചവനെ, റബീഅയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാ, ഓടുകയാ. വീടിന്റെ മുറ്റത്ത് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് കിടന്നിട്ട് തന്റെ പ്രിയതമൻ അവിടെ കിടന്ന് നിലവിളിക്കുക.
നിലവിളിക്കുകയാണ്. പടച്ചവനെ ശ്വാസം മുട്ടുകയാണ്, കണ്ണ് തെള്ളുകയാണ്. ഖബറിനകത്ത് കിടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയാ. പടച്ചറപ്പേ, ഇതാണോ നന്നാകാറുള്ള എളുപ്പവഴി? ഇതാ ഞാൻ നിങ്ങളോട് പറയുന്ന നന്നാകാറുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലലാ. ഒരുപാട് സമ്പന്നന്മാരെ കാണാ, ഒരുപാട് അഹങ്കരിച്ച് നടന്നവരെ കാണാ. ഒരു തിരക്കുമില്ലാതെ പള്ളിപ്പറമ്പിലെ കുഴിക്കകത്ത് കിടന്ന് നരകിക്കുകയാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവര് സമയം വിലപ്പെട്ടതാ. എത്ര ചോദിച്ചാലും അല്ലാഹു തരൂല. അതുകൊണ്ട് ഇപ്പൊ നിനക്ക് സമയമുണ്ടല്ലോ, ഉപയോഗപ്പെടുത്തണേ, ഉപയോഗപ്പെടുത്തണേ. അല്ലാഹു 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കണ ആരും പൊക്കണില്ല കേട്ടോ, ഖത്തീബ് ഉസ്താദ് ഉൾപ്പെടെ. ഉസ്താദിന് എത്ര വയസ്സുണ്ട് ഇപ്പൊ? ഉസ്താദ് നമ്മുടെ ടീമാ, കുഴപ്പമില്ല. നിനക്ക് എത്ര ഉണ്ടടാ? ഇല്ല. 40 വയസ്സ് കഴിഞ്ഞവര് മാത്രം ഒന്ന് കൈവക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കോ. ആ, പോകാൻ സമയമായെന്നായി പറഞ്ഞതിനർത്ഥം. പൊക്കിക്കോ നല്ലതുപോലെ ഇൻഷാ അല്ലാഹ്. 40 വയസ്സ്. ഞാൻ ഒരു പുതിയ വിഷയം നോക്കിക്കൊണ്ടിരിക്കുക. സാധാരണ എവിടെ വയലിന് പോയാലും ഈ ചെറുപ്പക്കാർക്കിട്ടാ കൊടുക്കണേ എല്ലാവരും, ഇല്ലേ? ഈ പ്രായമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയൂ? ഇല്ല. ഏത് പ്രസംഗത്തിന് പോയാലും ചെറുപ്പക്കാരെ കുറിച്ചുള്ളത്. ഞാനൊരു പുതിയ വിഷയം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാർക്ക് കേൾക്കാനുള്ളതല്ല, 40 കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രം. 40 വയസ്സ് കഴിഞ്ഞവർ കേൾക്കാനുള്ള ഒരു വിഷയം ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേൾക്കാം. നിങ്ങൾ പഠിക്കണം കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞവർ മാത്രം കേട്ടാൽ മതി ആ വിഷയം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരാളുടെ മുമ്പിലേക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ഒരാൾ അല്ലാഹുവേ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായീൽ എന്ന് പറയുന്ന മലക്കവിടെന്ന് ഇറങ്ങി വരികയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട ഒരു മോഹം എന്തെന്നറിയുമോ? അവരൊന്നാമതായി ചോദിക്കുന്ന കാര്യമെന്താ? അല്ലാഹുവേ, വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരാളുടെ മരണമെടുക്കുന്ന സമയം അവൻ അല്ലാഹുവിനോട് യാചിക്കുകയാണ്. എന്തിനാ യാചിക്കുന്നത്? പണം വേണമെന്നല്ല, അധികാരം വേണമെന്നല്ല, കൊട്ടാരം വേണമെന്നല്ല, സുഖജീവിതം വേണമെന്നല്ല. പിന്നെ അവൻ ചോദിക്കുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, എനിക്കൽപ്പം സമയം വേണമല്ലാ. ചോദിക്കുന്നത് സമയമാടോ? ചോദിക്കുന്നത് സമയമാണ്. ഓരോ മനുഷ്യനും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോ അവൻ ചോദിക്കുന്നത് 40 കൊല്ലമായി നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയല്ല. അവര് ചിലര് പറയുന്നതല്ല, എനിക്ക് സമയം വേണം പടച്ചവനെ. 40 തന്നോ, 50 തന്നോ, 60 കൊല്ലം അല്ലാഹു നിനക്ക് തന്നോ, തികയുന്നില്ല, തികയുന്നില്ല. നീ മരണം മുമ്പിലെത്തുമ്പോ ചോദിക്കുകയാ, എനിക്ക് സമയം വേണമല്ലാ.
ചോദിച്ചാ കിട്ടില്ലടാ ചെറുപ്പക്കാരാ. തലകുത്തി കിടന്നു ചോദിച്ചാ അല്ലാഹു ഒരു നിമിഷം പോലും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, ഇപ്പൊ നിനക്കൊരുപാട് സമയമുണ്ടല്ലോ. രാവിലെയായ വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും സമയമൊന്ന് തെള്ളി നീക്കുകയാണ്. പടച്ചവനെ, ടിവിയുടെ ഫ്രണ്ടിലിരിക്കുന്നു, കടത്തിണ്ണയിലിരിക്കുന്നു, കറങ്ങി നടക്കുന്നു. പടച്ചവനെ, ബീച്ചിൽ പോകുന്നു. എല്ലാവരും സമയം പോകാതെ സിനിമ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് സമയം തീർക്കണമല്ലോ. സൺഡേ ഞായറാഴ്ച വന്നാ പിന്നെ കുടുംബസമേതം കറക്കമാണ്. സമയം പോകുന്നില്ല. പടച്ചവനെ, വെക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇനി എങ്ങനാണ് സമയം തള്ളി നീക്കേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞങ്ങളൊക്കെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് തിരിയൂല. സമയം പാഴാക്കി കളയരുത്. ഒരു നിമിഷം പോലും പാഴാക്കരുത്. അത് തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണെന്ന് ഞങ്ങൾ പറഞ്ഞാ നിങ്ങൾ കേൾക്കൂല. പക്ഷേ മനസ്സിലാകുന്ന ഒരു സമയം എപ്പോഴെന്നറിയോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുമ്പിൽ വരുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, അല്ലാ എനിക്ക് സമയം താ അല്ലാ, എനിക്കൊരൽപ്പം സമയം താ അല്ലാ. സമയത്തിന്റെ വില മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഒരു നിമിഷത്തിന്റെ വില തിരിയുന്നത് അപ്പോഴാണ്. മോനെ, ദുനിയാവിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് സമയമാടാ വേണ്ടത്. പടച്ചവനെ, നിങ്ങളുടെ നാട്ടിലെ പള്ളിയുണ്ടല്ലോ, ഈ പള്ളിയുടെ പുറകിൽ കാണുന്ന ഖബർസ്ഥാനുണ്ടല്ലോ, ഈ നാട്ടുകാരെ കൊണ്ട് ഖബറടക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളിക്ക് വേണ്ടത് പണമല്ലടാ, അധികാരമല്ലടാ, സുഖജീവിതമല്ല. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ചില മയ്യത്തുകൾക്കും വേണ്ടത് സമയമാ. റബ്ബി ഇർജിഊ ലഅല്ലി അഅമലു സ്വാലിഹാ. അവർക്കും വേണ്ടത് സമയമാണ്. ഇപ്പൊ അവർക്ക് എങ്ങും പോകണ്ട, അവർക്ക് കറങ്ങി നടക്കണ്ട, അവർക്ക് എങ്ങും പോകണ്ടടോ. അവർക്ക് സമയമാണ് വേണ്ടത്. പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കിടക്കുന്നവരും യാചിക്കുന്നത് സമയത്തിന് വേണ്ടിയാ. പടച്ചവനെ, ഇനി ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തില് രണ്ടാമത് മോതുമല്ലോ. പടച്ചവനെ, മുരുളപ്പെട്ട പള്ളിയുടെ പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. നിങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ നിന്ന് ജനങ്ങൾ മുഴുവനും മുടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ ഉടുതുണിയില്ലാതെ ചേലാകർമ്മം ചെയ്യാത്തവരായ രീതിയില് പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമല്ലോ. യാ വൈലതാ യാ ഖസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. മോനെ, ചൂടെടുക്കുന്നില്ലോ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ശരീരം വിയർക്കുന്നല്ലോ, പ്രയാസപ്പെടുന്നല്ലോ. എങ്കിലും ചൂടിവിടെയല്ല, വിയർപ്പിവിടെയല്ല, പ്രയാസം ഇവിടെയല്ല, അതൊക്കെ പരലോകത്താ ചെറുപ്പക്കാരാ. അതൊക്കെ അള്ളാന്റെ പരലോകത്താടാ. ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയോ മായി വരും നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മുള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കൊള. മോനെ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടോ? അല്ലാഹുവിന്റെ കോടതിയില്, ആ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, ഒരു ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ, വിയർപ്പിനകത്ത് മുങ്ങുമ്പോ, അപ്പോഴും ചോദിക്കുന്നത് റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ.
നിനക്ക് അപ്പോഴും വേണ്ടത് സമയമാടാ, അപ്പോഴും വേണ്ടത് സമയമാ വാപ്പാ. സമയത്തിന്റെ വിലയതാണ്. അതുകൊണ്ട് നിനക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ, ഒരുപാട് ആയുസ് അല്ലാഹു തന്നല്ലോ, ഒരുപാട് സമയം അല്ലാഹു തരുന്നല്ലോ. എന്ത് ചെയ്യണമെങ്കിലും നീ ചെയ്തു വെച്ചോ. എന്ത് നന്മയാണ് ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യടോ. മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി റളിയല്ലാഹു തആല അൻഹു, ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, ആ മഹാനിന്റെ ചാരത്ത് പടച്ചവനെ റിയാഹുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു മഹാന് കടന്നു ചെല്ലുകയാണ്. റിയാഹുൽ ഖൈസ് എന്ന് പറയുന്ന ഒരാള് അവിടെ ചെന്നിട്ട് പറയുന്നു, തങ്ങളെ എനിക്ക് നന്നാകണം തങ്ങളെ, എന്റെ ദുനിയാവും എന്റെ ആഖിറവും എനിക്ക് രക്ഷപ്പെടണം, അതുകൊണ്ട് എനിക്കൊരു നല്ല ഉപദേശം തരണേ. റിയാഹുൽ ഖൈസ് ചെന്നിട്ട് ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി എന്ന് പറയുന്ന മഹാനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, എന്റെ കൂടെ വരാറ്, എന്റെ കൂടെ വരാറ്. പടച്ചവനെ ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ബീച്ചിലേക്കല്ല, പാർക്കിലേക്കല്ല, സിനിമാ തിയേറ്ററിലല്ല, ബസ് സ്റ്റോപ്പിലല്ല, ബാറിലേക്കല്ല, പള്ളിയിലേക്കല്ല, പിന്നെ എവിടെയാണ് കൊണ്ടുപോയതെന്നറിയോ? മഹാനായ ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, റിയാഹുൽ ഖൈസിന്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ, പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ. റിയാഹുൽ ഖൈസേ, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് വല്ല മോഹവുമുണ്ടോ? ഇബ്രാഹിം ഇബ്നു യസീദുൽ അബ്ദി എന്ന് പറയുന്ന മഹാനവറുകളോട് എന്റെ പ്രിയപ്പെട്ടവരെ, റിയാഹുൽ ഖൈസ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു, എനിക്ക് ദുനിയാവ് ആഖിറവും രക്ഷപ്പെടണം, എനിക്കൊരു ഉപദേശം എന്താ? നേരെ പള്ളിപ്പറമ്പിൽ വിളിച്ചോണ്ട് പോയി, കബറങ്കാട്ടിൽ വിളിച്ചോണ്ട് പോയിട്ട് മീസാൻ കല്ലുകൾ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതിനകത്ത് കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹമുണ്ടോ? ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് വല്ല ആഗ്രഹമുണ്ടോ? റിയാഹുൽ ഖൈസ് മഹാനവറുകളോട് പറഞ്ഞു കൊടുത്തു, പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഇപ്പൊ നിസ്കരിക്കാൻ സമയമുണ്ടോ? പള്ളിയിൽ പോകാൻ സമയമുണ്ടോ? വയല് കേൾക്കാൻ സമയമുണ്ടോ? ആർക്കും സമയമില്ല. ഇപ്പൊ ആർക്കും സമയമില്ല. എന്നാൽ നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്ക് എങ്ങോട്ടെങ്കിലും പോകണോ? ഇപ്പൊ ബിസി ഒന്നുമില്ല, അവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും. എന്നാൽ നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്തെന്നറിയോ? നമ്മളെപ്പോലെ ഈ ദുനിയാവിലേക്ക് ഒന്നുകൂടെ മടങ്ങിയിരുന്നെങ്കിൽ, അല്ലാഹുവേ എന്നെ ഈ കബറിനകത്ത് നിന്ന് നീ ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ പോയി നിസ്കരിക്കാമായിരുന്നു പടച്ചവനെ, ഖുർആൻ ഓതാമായിരുന്നു പടച്ചവനെ, നോമ്പ് പിടിക്കാമായിരുന്നു പടച്ചവനെ, വഅദ് കേൾക്കാമായിരുന്നു പടച്ചവനെ. ജീവിച്ചിരുന്നപ്പോൾ എനിക്കിതൊന്നും പറ്റിയില്ല, ഇപ്പൊ ഒന്ന് കിട്ടിയാ പോകാമെന്ന് ആഗ്രഹിക്കുകയാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്കുള്ള ആഗ്രഹം നമ്മളെപ്പോലെ ദുനിയാവിലേക്ക് മടങ്ങി വന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാൻ ഒരവസരത്തിന് വേണ്ടി അവർ യാചിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇപ്പം ഇഷ്ടം പോലെ സമയമുണ്ട് ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും. എന്താണോ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക. നിനക്കെന്താണോ ചെയ്യേണ്ടത് നീ ജീവിച്ചിരിക്കുമ്പോ ചെയ്യ്. ഇപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, പള്ളിക്കുഴിയിൽ പോയി കിടന്ന് ചോദിച്ചാൽ അല്ലാഹു തരില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിനക്കെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പൊ ചെയ്യടാ ചെറുപ്പക്കാരാ. ഇത്